വല്ലങ്ങി ജമാഅത്ത് ഹനഫി പള്ളിയിലും ബലിപെരുന്നാൾ ആഘോഷം. പള്ളിയിൽ നിന്നും പ്രതിധ്വനിച്ച തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികളുടെ പെരുന്നാൾ ദിനം പുലർന്നത്. പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കുചേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന പെരുന്നാൾ ദിനത്തിൽ രാവിലെ മുതൽ തന്നെ പള്ളി കേന്ദ്രീകരിച്ച പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനകളും നടന്നു. ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചും നിർമ്മലമായ മനസ്സുമായി പുലർച്ചെ തന്നെ വിശ്വാസികൾ ഈദ് നമസ്കാരത്തിനായി പ്രദേശത്തെ പള്ളികളിൽ ഒത്തുകൂടി. അലിയാർ അൽ ഹസനി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഏതു പ്രതിസന്ധിയിലും തളരാതെ സൃഷ്ടാവിന്റെ സ്മരണയിൽ ധീരമായി മുന്നോട്ടു പോകാനുള്ള ആത്മീയ കരുത്താണ് ഈ ദിനം വിശ്വാസികൾക്ക് നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ തൻ്റെ സഹജീവികളായ മറ്റെല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടെ പ്രവർത്തിക്കണം, സ്നേഹത്തോടുകൂടെ വർത്തിക്കണം എന്നുള്ളൊരു വലിയൊരു ആശയം ഇതിലുണ്ട്. മാത്രമല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എപ്പോഴും ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് എന്നൊരു സത്യം ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം. ബാഹ്യപ്രകടനത്തിലൂടെ ദൈവത്തിൻ്റെ പ്രീതി ഒരാൾക്കും സമ്പാദിക്കാൻ കഴിയില്ല. മനുഷ്യന്മാരുടെ ഇടയിൽ പ്രീതി സമ്പാദിക്കാൻ കഴിഞ്ഞുവെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രീതി സമ്പാദിക്കണമെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ശുദ്ധി അതായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ശുദ്ധി ഉണ്ടായാൽ അത് പ്രകടമാകുന്നത് വെളിയിലൂടെയാണ്. അതാണ് ബലികർമ്മത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തിനോട് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഈ ലോകത്തിനോട് പറയാനുള്ളത്, ഇന്ന് മലീമസമായിരിക്കുന്ന കാലഘട്ടത്ത് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല അഥവാ ദൈവ തമ്പുരാൻ മനുഷ്യനെ പരീക്ഷണങ്ങൾ നടത്തും. ആ പരീക്ഷണങ്ങളിൽ പതറാതെ ദൈവത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ വിജയിക്കാനാസ്പദമായ ഈമാനിക കരുത്ത് ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കുക. അത് മുഖേന ഈ ലോകത്ത് സമാധാനത്തിൻ്റെ പാത എന്തൊക്കെയുണ്ടോ അത് അവൻ കൈവരിക്കുകയും അതുകൊണ്ട് മറ്റുള്ള ജീവജാലങ്ങളോട് അവൻ കരുണയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവനിക്ക് ഈ ലോകത്ത് വിജയം സുനിശ്ചിതമായി സംഭവിക്കുക തന്നെ ചെയ്യും. ത്യാഗത്തിന്റെയും കഠിനമായ സഹനത്തിന്റെയും അന്തിമഫലം വിജയമാണെന്നാണ് ബലിപെരുന്നാൾ ലോകത്തിന് നൽകുന്ന സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥനകൾക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും സ്നേഹാശംസകൾ കൈമാറിയുമാണ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയത്. തുടർന്ന് ബലികർമ്മങ്ങളും നടന്നു. ദൈവമാർഗത്തിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ പോലും ത്യജിക്കാനുള്ള ഇബ്രാഹിം നബിയുടെ സന്നദ്ധതയെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ബലിമൃഗത്തിന്റെ മാംസം ഈ ദിനം വിതരണം ചെയ്യുന്നു. വിശപ്പകറ്റാനും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുമുള്ള മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ പ്രായോഗികമാവുന്നത്. UTV ന്യൂസ്, പാലക്കാട്.